നമസ്കാരം, KCV വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും റിപ്പബ്ലിക് ദിനാശംസകൾ. പ്രധാന വാർത്തകൾ. ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത. രാജ്യം 65ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ. വെട്ടൊന്ന് മുറി രണ്ട്. JSS രൂപീകരണത്തിന്റെ 20ാം വാർഷികത്തിൽ പാർട്ടി പിളർന്നു. ഗൗരിയമ്മ UDF വിട്ടു. മതനിരപേക്ഷ ഇന്ത്യ, വികസിത കേരളം. CPM കേരള രക്ഷാ മാർച്ചിനോടനുബന്ധിച്ചുള്ള കാൽനട പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. വിശദമായ വാർത്തകൾ. രാജ്യം 65ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൌണ്ടിൽ നടന്ന പരേഡിൽ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അഭിവാദ്യം സ്വീകരിച്ചു. ആഭ്യന്തര കലാപമുണ്ടാകാതെ ഐക്യത്തോടെ മുന്നോട്ടു പോകാനും പൌരാവകാശങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ജീവിക്കാനുമുള്ള സാഹചര്യമാണ് സമൂഹത്തിന് ആവശ്യമെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആഭ്യന്തര കലാപത്തിലുള്ള ഐക്യത്തോടുകൂടിയുള്ള നീക്കത്തിനാണ് നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. അതാണ് ഇന്ത്യ രാജ്യം. വിവിധമായ താൽപര്യങ്ങളും വ്യത്യസ്തമായ ചിന്തകളും ഭൂപ്രകൃതിയിൽ പോലും വ്യത്യസ്തതയുമുണ്ട് എങ്കിൽ പോലും ഈ രാജ്യം ഏകോദര സഹോദരങ്ങളെ പോലെ ഒറ്റ മനുഷ്യ ശക്തിയായി നിൽക്കുവാനുള്ള കാരണം ഈ ഭരണഘടന നമുക്ക് നൽകിയ അവകാശമാണ് എന്ന് ഞാൻ കണക്കാക്കുകയാണ്. ചടങ്ങിൽ ജനപ്രതിനിധികൾ, പോലീസ്, NCC, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പോലീസ് ഹെഡ്ക്വാർട്ടറിലെ സബ് ഇൻസ്പെക്ടർ ശ്രീ R. മധു നയിക്കുന്ന ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടറിലെ പോലീസ് പട്രോളാണ്. പോലീസുകാരുടെ ലോക്കൽ പോലീസ് പട്രോളാണ് മുഖ്യാതിഥി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഡയസിന് മുന്നിലൂടെ കടന്നുപോകുന്നു. NCC സീനിയർ അണ്ടർ ഓഫീസർ S. ആർച്ചൻ നയിക്കുന്ന സീനിയർ ബോയ്സ് പട്രോളാണ് ഇപ്പോൾ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കടന്നു. മാസ്റ്റർ മുഹമ്മദ് സുഹാദ് നയിക്കുന്ന മോർണിംഗ് സ്റ്റാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആലപ്പുഴയിലെ കപ്സ് പ്ലട്ടൂണാണ് ഇപ്പോൾ മുഖ്യാതിഥി അഭിവാദ്യം അർപ്പിച്ച് കടന്നു വരുന്നത്. പാർട്ടി രൂപീകരിച്ചതിന്റെ 20ാം വർഷത്തിൽ JSS പിളർന്നു. ആലപ്പുഴയിൽ നടക്കുന്ന ജനാധിപത്യ സംരക്ഷണ സമിതി സംസ്ഥാന സമ്മേളനത്തിലാണ് പാർട്ടി രണ്ടായിട്ട് പിരിഞ്ഞത്. പാർട്ടി ജനറൽ സെക്രട്ടറി KR ഗൌരിയമ്മയും പ്രസിഡന്റ് AN രാജൻ ബാബുവും നേരിട്ട് കൊമ്പ് കോർക്കുന്ന അനുഭവമാണ് പാർട്ടി സമ്മേളനത്തിലും തുടർന്നും കാണാൻ കഴിഞ്ഞത്. പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ലെന്നും അഭിപ്രായ പ്രകടനം നടത്തുന്നവരെ ശാരീരികവും മാനസികവുമായി ഒറ്റപ്പെടുത്തുകയാണെന്നും രാജൻ ബാബു അഭിപ്രായപ്പെട്ടു. ഗൌരിയമ്മ LDF നിയന്ത്രണത്തിലുള്ള പാവയായി മാറിയെന്നും രാജൻ ബാബു വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെട്ടിരുന്നു. ഗൌരിയമ്മ ഈ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഗൗരിയമ്മ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് UDF വിടുന്നതിന് സംസ്ഥാന സെക്രട്ടറിക്ക് വിടാനാണ് താല്പര്യമെന്നാണ് ഗൗരിയമ്മ തന്നെ പറഞ്ഞിട്ടുള്ളത്. വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം എല്ലാ ജില്ലകളിലും ഭൂരിഭാഗം പ്രവർത്തകരും ഞങ്ങളോടൊപ്പമാണ്. ഞങ്ങളത് പറഞ്ഞില്ലല്ലോ, ഞങ്ങളത് പറഞ്ഞിട്ടില്ല. ഭൂരിഭാഗം ആൾക്കാരും UDF വിടണ്ട എന്ന അഭിപ്രായത്തോട് നിൽക്കുകയാണ്. ആലപ്പുഴ ചടയമംഗലം LP സ്കൂളിൽ AN രാജൻ ബാബുവിന്റെയും KK ഷാജുവിന്റെയും നേതൃത്വത്തിൽ ഞായറാഴ്ച സമാന്തര സമിതി രൂപീകരിക്കുന്നതിനായി സമ്മേളനം നടന്നു. ഈ സമ്മേളനത്തോടെയാണ് JSSലെ വിഘടനം പൂർണ്ണമായത്. കൂടുതൽ അംഗങ്ങൾ തങ്ങളോടൊപ്പമാണെന്നും അതിനാൽ യഥാർത്ഥ JSS തങ്ങളാണെന്നുമാണ് രാജൻ ബാബു പക്ഷം പറയുന്നത്. കേരള രക്ഷാ മാർച്ചിന്റെ പ്രചരണാർത്ഥം CPIM ചമ്പക്കുളം നീലംപേരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാൽനട പ്രചരണ ജാഥകൾ സംഘടിപ്പിച്ചു. ചമ്പക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജാഥ ഒന്നാംകരയിൽ ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം D. ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു. CPM കുട്ടനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി KK അശോകൻ ജാഥയുടെ ക്യാപ്റ്റനായി. ജനകീയ പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള മുദ്രാവാക്യവും നമ്മൾ ജനസമക്ഷം ഈ ജാഥയിലൂടെ അവതരിപ്പിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിലക്കയറ്റം തടയുക എന്നുള്ളതാണ്. രാജ്യത്തിനകത്തും കേരളത്തിനകത്തും ജനം നേരിടുന്ന
ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന നിലയിൽ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ആവശ്യമുള്ള സംവിധാനം ഉണ്ടാക്കാൻ ഗവൺമെന്റുകൾ ബാധ്യസ്ഥമാണ്. അതിനുവേണ്ടി രാജ്യത്തിനകത്തും കേരളത്തിലും പൊതുവിതരണ മേഖല ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പൊതുവിതരണ സമ്പ്രദായത്തെ ശക്തിപ്പെടുത്തിക്കൊണ്ട് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ആവശ്യമുള്ള സംവിധാനം ഉണ്ടാക്കാൻ കേരളവും കേന്ദ്രവും ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് ബാധ്യതയുണ്ട്. ആ ചുമതല ഏറ്റെടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാവണം എന്നുള്ള ആവശ്യം നമ്മൾ ഈ ജാഥയിൽ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്യത്തിനകത്തും കേരളത്തിലും വളർന്നുവരുന്ന കൊടിയ അഴിമതി, ഗവൺമെന്റ് തലത്തിലും ഭരണകൂടത്തിന്റെ എല്ലാവിധമായ മേഖലകളും വ്യാപിച്ചിട്ടുള്ള അഴിമതി അവസാനിപ്പിക്കാൻ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ബന്ധപ്പെട്ട ഭരണാധികാരികൾ സമീപനം സ്വീകരിക്കണമെന്ന് മുദ്രാവാക്യം നമ്മൾ ആവശ്യപ്പെടുന്നു. നാലുകെട്ട്, നാരകത്രപ്പാലം, ചമ്പക്കുളം, അമ്പതിൽച്ചിറ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്വീകരണങ്ങൾക്ക് ശേഷം ജാഥ കണ്ടങ്കരിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷ ഇന്ത്യ, വികസിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ജാഥയുടെ പ്രചരണാർത്ഥമാണ് കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചത്. ഫെബ്രുവരി 2-ന് പിണറായി നയിക്കുന്ന ജാഥയ്ക്ക് നെടുമുടിയിൽ സ്വീകരണം നൽകും. നീലംപേരൂരിൽ നടക്കുന്ന ജാഥ രാവിലെ 10-ന് പത്തിൽക്കടവിൽ ഏരിയ കമ്മിറ്റി അംഗം NP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. MT ചന്ദ്രനാണ് ജാഥ ക്യാപ്റ്റൻ. ജാഥ വൈകുന്നേരത്തോടെ പയറ്റുപാക്കയിൽ സമാപിച്ചു. മാരാമൺ, ചെറുകോൽപ്പുഴ കൺവെൻഷനുകൾക്ക് മുന്നോടിയായി പമ്പാ നദിയെ മാലിന്യമുക്തമാക്കുന്നതിന് സത്വര നടപടി സ്വീകരിക്കുമെന്ന് പത്തനംതിട്ട ADM O രാജു പറഞ്ഞു. പമ്പാ നദിയിലെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. കോഴഞ്ചേരി ചന്തയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള കച്ചവടക്കാർ നദിയിൽ മാലിന്യം തള്ളുന്നത് തടയും. നിലവിൽ നദീതീരത്തുള്ള മാലിന്യം ഫെബ്രുവരി 5-ന് മുമ്പ് നീക്കം ചെയ്യും. അനധികൃത കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നതിന് നടപടി സ്വീകരിക്കും. കേരള പ്രസ് അക്കാദമി മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന പ്രഥമ മീഡിയ ഫെസ്റ്റ് സിം 2014 ഫെബ്രുവരി 7 മുതൽ 9 വരെ നടക്കും. രാവിലെ 9:30-ന് അക്കാദമി ഹാളിൽ കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ് ഉദ്ഘാടനം നിർവഹിക്കും. ഗ്യാൻഡിനാമോ ജയിൽ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത ദ വീക്ക് പ്രത്യേക ലേഖകൻ സയ്യിദ് നസാഖത്ത് വിദ്യാർത്ഥികളുമായി സംവദിക്കും. പ്രൊഫസർ M ലീലാവതി, മന്ത്രി KC ജോസഫ് എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കും. നീലംപേരൂർ പഞ്ചായത്തിലെ 13-ാം വാർഡ് കുടുംബശ്രീ അംഗങ്ങളുടെ നേതൃത്വത്തിൽ മദ്യവിരുദ്ധ റാലി സംഘടിപ്പിച്ചു. പൊതുസമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന കുറ്റകൃത്യങ്ങൾ വൻതോതിൽ വർദ്ധിക്കുന്നതിനും റോഡ് അപകടങ്ങൾക്കും ശാരീരിക മാനസിക പ്രശ്നങ്ങൾക്കും പ്രധാന കാരണം മദ്യപാനമാണ്. കേരളത്തിൽ ഇനിമേൽ ഒരു മദ്യശാലയും ആരംഭിക്കരുത്, പുതിയ ബാറുകളുടെയും ഷാപ്പുകളുടെയും ലൈസൻസ് ഉടൻ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മദ്യവിരുദ്ധ റാലി സംഘടിപ്പിച്ചത്. കൈനടി പനച്ചവട് ദേവീക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച റാലി കൈനടി പള്ളിക്ക് സമീപം സമാപിച്ചു. പഞ്ചായത്ത് മെമ്പർ സിബിച്ചൻ തറയിൽ, ബീന സുരേഷ്, രജനി ബാബു, ജയശ്രീ ബൈജു, ഗിരിജമ്മ രാമകൃഷ്ണൻ, അമ്മിണി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. കുടിവെള്ളവും റേഷനരിയും വൈദ്യുതിയും വിദ്യാഭ്യാസവും നിഷേധിക്കുമ്പോഴും പല പേരുകളിൽ പുതിയ മദ്യശാലകൾ സ്ഥാപിക്കുവാൻ സർക്കാർ അത്യുത്സാഹം കാണിക്കുകയാണെന്നും കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു. ഇത്രയധികം സ്ത്രീകൾ ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കാരണം അവരുടെ വീടുകളിൽ അനുഭവിക്കുന്ന ദുരന്തങ്ങളും തന്നെയാണ്. ഇന്ന് നമ്മൾക്കറിയാം, എല്ലാ വീടുകളിലും ഇന്നിവിടെ നമ്മൾ നേരിട്ട് കണ്ട കാര്യമാണ്. വളരെ ഉത്സാഹത്തോടുകൂടി സ്ത്രീകൾ ഇതിനകത്ത് ഈ റാലിയിൽ പങ്കെടുത്തത് അവരുടെ ആത്മവേദന നിറഞ്ഞ ആ ജീവിത ദുരിതത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്നിവിടെ നമ്മൾ കണ്ടത്. ആ മദ്യം നിരോധിക്കുക, മദ്യം നമ്മൾ അറിയാം, ഗവൺമെന്റിന് ടാക്സ് കിട്ടുന്ന ഒരു സംഭവമാണ് മദ്യവിൽപ്പന. അത് നിരോധിക്കണം എന്ന് തന്നെ വനിതകൾ ആവശ്യപ്പെടുമ്പോൾ അതിൽ ഗവൺമെന്റ് സഹകരിച്ചുകൊണ്ട് ആ മദ്യവിൽപ്പന കുറയ്ക്കാനും അതിലൂടെ കുടിൽ വ്യവസായമായിട്ട് ഇന്ന് ഈ കൈനടി ഗ്രാമത്തിൽ വളരെ വീടുകളിൽ ഇന്ന് മദ്യം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യാജമദ്യം വിൽപ്പന നടത്തുന്നുണ്ട്. ആ വ്യാജമദ്യ വിൽപ്പന നിരോധിക്കണം എന്നാണ് സ്ത്രീകൾ മുഖ്യമായിട്ടും ഇന്നിവിടെ ആവശ്യപ്പെടുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ ഒന്നിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ അയൽക്കൂട്ട അംഗങ്ങളും ഒരേ സമയം അതത് പ്രദേശത്ത് ഒത്തുചേരുന്നതിന്റെ ഭാഗമായാണ് ജില്ലയിലെ 73 പഞ്ചായത്തുകളിലെയും 4 മുനിസിപ്പാലിറ്റികളിലെയും 15,380 അയൽക്കൂട്ടങ്ങളിലെ 2,75,363 കുടുംബാംഗങ്ങൾ ഒത്തുചേർന്നത്. നിലവിലുള്ള അവസ്ഥ സ്വയം ബോധ്യപ്പെടുന്നതിനും പരിമിതികൾ തിരിച്ചറിഞ്ഞ ഫലപ്രദമായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ഈ അയൽക്കൂട്ട മഹാസംഗമം സഹായിച്ചു. കോട്ടയം ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്കായി ഫെബ്രുവരി 3 മുതൽ 20 വരെ വ്യവസായ സംരംഭകത്വ വികസന പരിശീലന പരിപാടി സംഘടിപ്പിക്കും. 10ാം ക്ലാസ് ജയിച്ചവർക്ക് അപേക്ഷിക്കാം. സാങ്കേതിക വിദ്യാഭ്യാസമുള്ളവർക്ക് മുൻഗണന. താൽപര്യമുള്ളവർ വിശദമായ ബയോഡാറ്റ സഹിതം ജനുവരി 29-നകം ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ അപേക്ഷ സമർപ്പിക്കണം.
കോട്ടയം ജില്ലാ വിജിലൻസ് കമ്മിറ്റി യോഗം ജനുവരി 27 രാവിലെ 11 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. ജില്ലയിലെ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അഴിമതി സംബന്ധിച്ച പരാതികൾ ജനങ്ങൾക്ക് കമ്മിറ്റി മുൻപാകെ സമർപ്പിക്കാം. പരാതികൾ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ, കോട്ടയം എന്ന വിലാസത്തിലും സമർപ്പിക്കാം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് SUCI നടത്തുന്ന ആലപ്പുഴ BSNL ഓഫീസ് മാർച്ചിന് മുന്നോടിയായുള്ള വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കമായി. ജനുവരി 31 നടക്കുന്ന BSNL ഓഫീസ് മാർച്ചിനും ധർണയ്ക്കും അനുബന്ധമായാണ് ജാഥ സംഘടിപ്പിച്ചത്. ഓൾ ഇന്ത്യ മഹിളാ സാംസ്കാരിക സംഘടന ജില്ലാ സെക്രട്ടറി KJ ഷീല ജാഥ ഉദ്ഘാടനം ചെയ്തു. SUCI സംസ്ഥാന കമ്മിറ്റി അംഗം S ജീവൻ വാഹന ജാഥയെ അഭിസംബോധന ചെയ്തു. VR അനിൽ, ബിജു സേവ്യർ, അനിൽ M തുടങ്ങിയവർ വാഹന പ്രചരണ ജാഥയ്ക്ക് നേതൃത്വം നൽകി. പക്ഷെ സഖാക്കന്മാർ ഇപ്പോഴും നമ്മളെ കളിപ്പിക്കാൻ വേണ്ടി റോഡിലിറങ്ങും. പോലീസുമായിട്ടങ്ങ് ഗുസ്തിയ. ഏത് വിഷയത്തിലും അങ്ങനെയാണല്ലോ. സഖാക്കന്മാര് റോഡിലിറങ്ങും, പോലീസുകാര് റോഡിൽ തടഞ്ഞു നിർത്തും. പോലീസുമായി ഉന്തും തള്ളുമായി ചാനലുകാർ ഇഷ്ടം പോലെ ഉണ്ടാവും, പത്രക്കാരും ഉണ്ടാവും. അടി, പിടി, വെടി, വെള്ളം ചീറ്റല്, അങ്ങനെ ആഘോഷമായി പിറ്റേ ദിവസത്തെ ദേശാഭിമാനിക്കും അന്നത്തെ ലൈവ് കൈരളിക്കുമുള്ള പടങ്ങളായി സമരം തീർന്നു. അങ്ങനെയല്ലേ പിന്നെ നമ്മള് കൂത്തുത്തു പറമ്പ് തൊട്ട് ഇങ്ങോട്ട് നോക്കൂ. ഏത് സമരം സരിതയുടെ സമരം എവിടെ എത്തി? രാപ്പകൽ സമരം, സെക്രട്ടേറിയറ്റ് ഉപരോധം, ക്ലിഫ് ഹൌസ് ഉപരോധം, മുഖ്യമന്ത്രി രാജിവെക്കണം. വിലക്കയറ്റം പ്രശ്നമല്ല. ആദിവാസി പെണ്ണുങ്ങൾ പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ കൂട്ടത്തോട് പെറ്റ് വീണാലുടനെ മരിച്ചുകൊണ്ടിരിക്കുന്നത് പെണ്ണുങ്ങൾ, അമ്മമാർ കള്ളു കുടിക്കുന്നത് കൊണ്ടാണെന്ന് കതറിട്ട് പ്രസംഗിക്കുന്ന മന്ത്രി കേരളം ഭരിക്കുമ്പോൾ ആ വിഷയത്തിലൊരു ഉപരോധം. അതിരൂക്ഷമായ വിലക്കയറ്റം ജനജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നുവെന്ന് CITU ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K പ്രസാദ്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങൾ പാരമ്യത്തിലെത്തിയിരിക്കുന്നു. പ്രതിസന്ധി മറികടക്കാൻ എന്ന പേരിൽ ജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളും ആനുകൂല്യങ്ങളും തീർത്തും ഇല്ലാതാക്കിയെന്നും K പ്രസാദ് പറഞ്ഞു. ഇന്ത്യയിൽ വന്ന് ജോലി ചെയ്യുന്ന അമേരിക്കക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, അമേരിക്കയിൽ നിന്നുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥന്മാർ ഇവിടെയുണ്ട്. ആ ഉദ്യോഗസ്ഥരെ പിടിച്ചിട്ട് ഞങ്ങൾ അതിന് പ്രതികാരമായി ഞങ്ങൾ ചെയ്യും. അതുകൊണ്ട് ദേവയാനിയെ ഉടൻ വിട്ടയക്കണമെന്ന് ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞോ? ഇവിടെ അമേരിക്കയിലൊക്കെ പോയി നമ്മൾ അമേരിക്കൻ സാഹിത്യം ഇവിടെ എങ്ങനെ നമുക്ക് എറണാകുളത്തിൽ നമുക്ക് അടി തന്നാലും നമുക്കൊരു രക്ഷയില്ല കേട്ടോ. തിരിച്ച് നമ്മളെന്തെങ്കിലും ചെയ്ത് തന്നെ ഇന്ത്യ ഗവൺമെന്റ് നമ്മൾ പിടിച്ചിട്ട് പോകുന്നു. നമുക്ക് ഒരു രക്ഷയില്ല. അതാണ് ഭയങ്കര പ്രശ്നമാണ്. കുട്ടനാടാണ് അമേരിക്കൻ സാഹിത്യമാരൊക്കെ ഇവിടെ കരഞ്ഞിടക്കുന്ന കുട്ടനാടാണ്. സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ഈ കായലൊക്കെ കാണാൻ വേണ്ടിയിട്ട്, ഈ കായലും പുഴയും അതുപോലെ തന്നെ ഈ പാടവും ഈ തെങ്ങിൻ തലപ്പും തെങ്ങിന്റെ തലപ്പിലൂടെ ഉള്ള തേങ്ങയും അതിന് പോലും ചെത്തുകാരന് എത്തുന്നതും അവിടെ കള്ള് ഊറ്റുന്നതും കള്ള് കുടിക്കുന്നതും ഒക്കെ കണ്ടൊക്കെ നടക്കാനായിട്ട് സാഹിത്യമാർക്ക് വലിയ ഇഷ്ടമുകൊണ്ട് ഇവിടേക്ക് വരും ഒരുപാട് സാഹിത്യന്മാർ. അങ്ങനെയൊക്കെ വരുന്ന സാഹിത്യന്മാർ നമ്മളെ ഏതെങ്കിലും മര്യാദകളുടെ സാഹിത്യം ഇങ്ങോട്ട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. ഇവിടെ പണ്ട് സാഹിബിന്റെ മര്യാദകൾക്കെതിരായിട്ടുള്ള പോരാട്ടമല്ലേ ഈ രാജ്യത്തിൽ നടന്നത്? പണ്ട് സാഹിബന്മാരുടെ മര്യാദകൾ ഈ രാജ്യത്തിൽ നടന്നപ്പോൾ അതിനെതിരായിട്ടുള്ള പോരാട്ടം നേതൃത്വം കൊടുത്തതല്ലേ മഹാത്മാഗാന്ധിജി അടക്കമുള്ള, സുഭാഷ് ചന്ദ്രബോസ് അടക്കമുള്ള, ഭഗത് സിംഗ് അടക്കമുള്ള ധീര നേതാക്കന്മാര്. ഇന്നിപ്പോൾ സായിപ്പ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്താലും ആ സായിപ്പന്മാർക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന ഒരു ഫലമായിട്ട് ഇന്ത്യ ഗവൺമെന്റ് അതപ്പതിച്ചില്ലേ? വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് FSETO നടത്തുന്ന സംസ്ഥാന വ്യാപകമായ കാൽനട പ്രചരണ ജാഥയ്ക്ക് മുന്നോടിയായി നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാധാരണ ജനങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന സർക്കാർ കഴിഞ്ഞ 4 വർഷ കാലയളവിൽ 23 ലക്ഷം കോടി രൂപയുടെ നികുതി ഇളവുകളും സൌജന്യങ്ങളുമാണ് വൻകിട കോർപ്പറേറ്റുകൾക്ക് അനുവദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. കാൽനട പ്രചരണ ജാഥയുടെ പതാക കൈമാറ്റം R രാജേഷ് MLA നിർവഹിച്ചു. KSTA സംസ്ഥാന സെക്രട്ടറി PD ശ്രീദേവിയാണ് ജാഥ ക്യാപ്റ്റൻ. FSETO പ്രസിഡന്റ് ഷാജഹാൻ, ജനറൽ സെക്രട്ടറി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പായിപ്പാട് പൌരസമിതിയുടെ ആഭിമുഖ്യത്തിൽ റിപ്പബ്ലിക് ദിനം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ പൌരസമിതി പ്രസിഡന്റ് സിബിച്ചൻ ഒട്ടത്തിൽ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് നടന്ന റിപ്പബ്ലിക് ദിന സമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ കാലം നോക്കുമ്പോൾ ഇന്ത്യയുടെ വളർച്ചയുടെ പുരോഗതി വളരെ വലുതായിട്ടാണ് നമുക്ക് ഇപ്പോൾ തോന്നുന്നത്. ദേശസ്നേഹം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ജനങ്ങളിൽ. നിയമവാഴ്ച വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വളരെ ഒരു മാറ്റം നമ്മുടെ രാജ്യത്തെ ആവശ്യമായി വന്നിരിക്കുന്നു. വികസന കാര്യങ്ങളിൽ ശ്രദ്ധ ഊന്നുന്നതിന് ഇന്ന് ഭരണകർത്താക്കൾ വളരെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് അംഗം AB വർഗീസ്, പൌരസമിതി സെക്രട്ടറി ജോജി ജോസഫ്, സാബു, റോണി തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് പായസ വിതരണവും നടന്നു.
ജനശ്രീ സുസ്ഥിര മിഷന്റെ 7ാമത് വാർഷിക സമ്മേളനം ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ നടക്കും. 2 പകൽ 2 കടപ്പുറത്ത് നടക്കുന്ന മഹാസംഗമം AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് MP ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, KPCC പ്രസിഡന്റ്, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, പ്രമുഖ രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ തുടങ്ങിയവർ സംഗമത്തിൽ പങ്കെടുക്കും. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ സമഗ്ര വിദ്യാഭ്യാസ പരിപാടി G. സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്തു. അധികാരികളുടെ മാത്രം കയ്യിലായിരുന്നപ്പോൾ ഇങ്ങനെയുള്ള ചടങ്ങുകളെ പറ്റിയൊന്നും ചിന്തിച്ചിട്ട് പോലും. അതാണ് അധികാരം ജനങ്ങളിലേക്ക് വികേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ നൽകുന്ന പഞ്ചായത്ത് രാജിന്റെ അല്ലെങ്കിൽ നഗരപാലിക സംവിധാനത്തിന്റെ അതിന്റെ ആവശ്യകത, അതിന്റെ പ്രാധാന്യം, അതിന്റെ ജനങ്ങൾക്ക് ലഭിക്കുന്ന ആ പ്രയോജനമാണ് തെളിയിക്കുന്നത്. ഇതിനെ കൂടുതൽ നമുക്ക് ശക്തിപ്പെടുത്തണം. ജില്ലയിൽ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികൾക്ക് അവാർഡ് വിതരണം ചെയ്തു. 100% വിജയം നേടിയ സ്കൂളുകൾക്ക് ട്രോഫി വിതരണവും നടന്നു. സമ്മേളനത്തിൽ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാഹരി അധ്യക്ഷയായി. വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ ജിമ്മി K. ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തമ്പി മേട്ടുതറ മുഖ്യപ്രഭാഷണം നടത്തി. KG രാജേശ്വരി, M. ഓമനക്കുട്ടിയമ്മ, VG മോഹൻ, PK കുഞ്ഞുമോൾ, ജോൺ തോമസ്, മനു C. പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ക്യാൻസർ രോഗം തുടക്കത്തിലെ അറിയാനും രോഗവിമുക്തമാക്കാനും തിരുവനന്തപുരം RCCയുടെ നേതൃത്വത്തിൽ പുളിങ്കുന്ന് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫെബ്രുവരി 9 ക്യാൻസർ പരിശോധനാ ക്യാമ്പ് നടത്തും. ക്യാമ്പിന്റെ ഉദ്ഘാടനം കൊടിക്കുന്നിൽ സുരേഷ് നിർവഹിക്കും. SNDP യോഗം യൂത്ത് മൂവ്മെന്റ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടിക്കയർ പ്രചരണ ജാഥ ആരംഭിച്ചു. ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ഈഴവ മഹാസംഗമം ശംഖുമുഖം കടപ്പുറത്ത് 27 നടക്കും. അതിനു മുന്നോടിയായി നടന്ന കൊടിക്കയർ പ്രചരണ ജാഥ മാവേലിക്കര SNDP യൂണിയനിൽ നിന്ന് ആരംഭിച്ചു. TK മാധവൻ സ്മൃതി മണ്ഡപത്തിൽ നടന്ന സമ്മേളനം തുഷാർ വെള്ളാപ്പള്ളി ഉദ്ഘാടനം ചെയ്തിരുന്നു. രാമങ്കരിയിൽ നൽകിയ ജാഥാ സ്വീകരണത്തിന് അഡ്വക്കേറ്റ് PP മധുസൂദനൻ,
KC സദാനന്ദൻ, MT പുരുഷോത്തമൻ എന്നിവർ നേതൃത്വം നൽകി. യൂത്ത് മൂവ്മെന്റ് ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് സന്തോഷ് ശാന്തികൾ, സെക്രട്ടറി റെജി മാധവൻ എന്നിവരാണ് ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ജനുവരി 27-ന് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ കൂടാൻ തീരുമാനിച്ചിരുന്ന ജില്ലാ ആസൂത്രണ സമിതി യോഗം മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. പത്തനംതിട്ടയിലെ മാധ്യമപ്രവർത്തകർ മഹാരാഷ്ട്രയിലേക്ക് നടത്തുന്ന അന്തർ സംസ്ഥാന പഠനയാത്രയ്ക്ക് തുടക്കമായി. പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ ആന്റോ ആന്റണി MPയും അഡ്വക്കേറ്റ് K ശിവദാസൻ നായർ MLAയും യാത്ര സംയുക്തമായി ഫ്ളാഗ് ഓഫ് ചെയ്തു. യാത്ര വലിയ ഒരു അനുഭവമാണെന്ന് അഭിപ്രായപ്പെട്ട MP സംഘാംഗങ്ങൾക്ക് വിജ്ഞാനപ്രദമായ യാത്ര ആശംസിച്ചു. യാത്ര ചിന്തയിലും മനോഭാവത്തിലും വലിയ മാറ്റമുണ്ടാക്കുമെന്നും ഇതിന്റെ ഗുണഫലം ജില്ലയിലെ ജനങ്ങളിലും എത്തുമെന്നും MLA പറഞ്ഞു. JCI കാവാലം ലേക്ക് ഷോർ ചാപ്റ്ററിന്റെ 2014 ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും JCI സോഷ്യൽ പ്രോജക്ടിന്റെ ഉദ്ഘാടനവും 27-ന് വൈകിട്ട് 5-ന് കാവാലം റോയൽ പാം റിസോർട്ടിൽ നടക്കും. JCI കാവാലം ചാപ്റ്റർ പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോജോ ജോസഫ് അധ്യക്ഷത വഹിക്കുന്ന യോഗം തോമസ് ചാണ്ടി MLA ഉദ്ഘാടനം ചെയ്യും. ഹോമിയോപ്പതി വകുപ്പിന്റെ സീതാലയം സേവന കേന്ദ്രം പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കൌമാരക്കാരായ പെൺകുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന കൌൺസിലിംഗ് പദ്ധതിയുടെ പന്തളം ബ്ലോക്ക് തല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സജി ചാക്കോ നിർവഹിച്ചു. ജലം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകുന്നതിന്റെ ഭാഗമായി ജലസന്ദേശം വീടുകളിലേക്ക് ഏകദിന ശില്പശാല പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്ത് ദേശീയ സമ്പാദ്യ പദ്ധതി ഏജന്റുമാർക്ക് വേണ്ടി ബ്ലോക്കിൽ സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിൽ 13ാം ധനകാര്യ കമ്മീഷന്റെ പരിസ്ഥിതി പുനരുജ്ജീവന പദ്ധതി പ്രകാരം രണ്ടാം ഘട്ടമായി 182 കുളങ്ങൾ കൂടി കുട്ടനാട് പാക്കേജിൽ കല്ലുകെട്ടി സംരക്ഷിക്കാനുള്ള നടപടി തുടങ്ങിയെന്ന് കേന്ദ്ര വ്യോമയാന സഹമന്ത്രി KC വേണുഗോപാൽ പറഞ്ഞു. മണ്ണ് പര്യവേഷണ സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ഒന്നാം ഘട്ടത്തിൽ ജില്ലയിൽ 109 കുളങ്ങൾക്കായി 6.39 കോടി രൂപ മണ്ണു പര്യവേഷണ സംരക്ഷണ വകുപ്പിന് അനുവദിച്ചിരുന്നു. ഇതിൽ 34 കുളങ്ങളുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കി. 19 എണ്ണത്തിന്റെ ജോലികൾ പുരോഗമിക്കുന്നു. ബാക്കി കുളങ്ങൾ സംരക്ഷിക്കാൻ നടപടി ആരംഭിച്ചിട്ടുണ്ട്. രണ്ടാം ഘട്ടത്തിലാണ് 182 കുളങ്ങൾ കൂടി സംരക്ഷിക്കാൻ 18.68 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരിക്കുന്നത്. മൂന്നാം ഘട്ടത്തിൽ 10 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിന് പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി ഭവന പുനരുദ്ധാരണ പദ്ധതി, ടോയ്ലറ്റ് നിർമ്മാണ പദ്ധതി എന്നിവയ്ക്കായി ലഭിച്ച അപേക്ഷകളിന്മേൽ അന്വേഷണം നടത്തി അർഹരായവരുടെ കരട് പട്ടിക ആലപ്പുഴ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ പ്രസിദ്ധീകരിച്ചു. പട്ടിക സംബന്ധിച്ച് ആക്ഷേപമുള്ളവർ ജനുവരി 31-ന് വൈകുന്നേരം 3-നകം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ നൽകണം. വേഴപ്ര സെന്റ് പോൾസ് ദേവാലയത്തിലെ വിശുദ്ധ പൌലോസ് ലീഹയുടെ തിരുനാൾ പ്രദക്ഷിണം ഞായറാഴ്ച നടന്നു. ജനുവരി 17-നാണ് തിരുനാൾ കർമ്മങ്ങൾ ആരംഭിച്ചത്. ശനിയാഴ്ച വൈകുന്നേരം റംശ, ലതീഞ്ഞ്, മധ്യസ്ഥ പ്രാർത്ഥന, വിശുദ്ധ കുർബാന എന്നീ ചടങ്ങുകൾക്ക് ശേഷം കുരിശടിയിലേക്ക് പ്രദക്ഷിണവും കരിമരുന്ന് പ്രകടനവും നടന്നു. തിരുനാൾ ദിനമായ ഞായറാഴ്ച രാവിലെ ഫാദർ ജോസഫ് പുരയ്ക്കലിന്റെ നേതൃത്വത്തിൽ ആഘോഷമായ തിരുനാൾ കുർബാനയും തുടർന്ന് ഫാദർ ചെറിയാൻ കക്കുഴിയുടെ കാർമ്മികത്വത്തിൽ തിരുനാൾ പ്രദക്ഷിണവും നടന്നു. വെളിയനാട് സെന്റ് മേരീസ് ബേത്ലഹേം ജ്ഞാനായ പള്ളിയിലെ വലിയ പെരുന്നാളിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള കൊടിയേറ്റ് കർമ്മം ഞായറാഴ്ച നടന്നു. ഇടവക വികാരി ഫാദർ TT മാത്യു പയ്യനാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന കൊടിയേറ്റ് കർമ്മത്തിൽ ജ്ഞാനായ സഭ മാനേജിംഗ് കമ്മിറ്റി അംഗം സാബു തോട്ടുങ്കൽ, പള്ളി ട്രസ്റ്റി ബിജു നാലുപറ, എബ്രഹാം തെക്കേ ചന്ദ്രത്തുവാക്കൽ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിങ്കളാഴ്ച വൈകിട്ട് 6:30-ന് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് റാസ, കരിമരുന്ന് പ്രകടനം എന്നിവ നടക്കും. ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് പ്രഭാത പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും നടക്കും. തുടർന്ന് 3-ന്മേൽ കുർബാനയും നേർച്ച വിളമ്പലും ധൂപപ്രാർത്ഥനയും റാസയും നടക്കും. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനാൽ മങ്കൊമ്പ് പഞ്ചായത്ത് വക കെട്ടിടത്തിലേക്ക് ഓഫീസ് പ്രവർത്തനങ്ങൾ തിങ്കളാഴ്ച മുതൽ മാറ്റുമെന്ന് സെക്രട്ടറി അറിയിച്ചു. ചരമവാർത്തകൾ. മാമ്പുഴക്കരി കൊച്ചാഞ്ഞലിപ്പറമ്പിൽ പൊന്നപ്പൻ നിര്യാതനായി 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കാവാലം കുന്നുമ പടിഞ്ഞാറ് ശാന്തഭവനിൽ മോഹനകുമാർ നിര്യാതനായി 63 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 10-ന് വീട്ടുവളപ്പിൽ.
മുട്ടാർ പറമ്പത്ത് സാലിമ നിര്യാതയായി 74 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 3-ന് മുട്ടാർ സെന്റ് ജോർജ് പഴയ പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഒരൊറ്റ ഇന്ത്യ ഒരൊറ്റ ജനത. രാജ്യം 65ാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ. വെട്ടൊന്ന് മുറി 2. JSS രൂപീകരണത്തിന്റെ 20ാം വാർഷികത്തിൽ പാർട്ടി പിളർന്നു. ഗൗരിയമ്മ UDF വിട്ടു. മതനിരപേക്ഷ ഇന്ത്യ വികസിത കേരളം. CPM കേരള രക്ഷാ മാർച്ചിനോടനുബന്ധിച്ചുള്ള കാൽനട പ്രചാരണ ജാഥയ്ക്ക് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.